ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ജർമ്മൻ ലാംഗ്വേജ് റിക്വയർമെന്റ് ആസ് ഐ യൂഷ്വലി സേ ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല നമുക്ക് ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് ഓൾവേസ് എ മെത്ത്, ഇറ്റ് വിൽ സ്റ്റിൽ കണ്ടിന്യൂ ആസ് എ മെത്ത്. 50-60% ബ്രാക്കറ്റിൽ വരുന്ന പിള്ളേർക്ക് പോലും നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ വിത്ത് 100% സ്കോളർഷിപ്പ് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ പറ്റുമോ? പറ്റും, ഡെഫിനറ്റ്ലി പറ്റും. നമ്മൾ ചെയ്തിട്ടുള്ളതല്ലേ 50-55. കറന്റ് സിനാരിയോ ഫോർ എ സ്റ്റുഡൻറ് ഇസ് സേഫ്, കംപ്ലീറ്റ്ലി സേഫ് ആണ്. അപ്പോൾ അതിൽ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ 2 ടൈപ്പ് ഉണ്ട്, ലീഗൽ ഇമിഗ്രേഷൻ ആൻഡ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ. ജർമ്മനിൽ ഒരു 90% ഓഫ് റെസ്റ്റോറൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ജർമ്മൻ ഫുഡ് അല്ല അവിടെ കിട്ടുന്നത്. ടർക്കിഷ് ഫുഡ്, ഇന്ത്യൻ ഫുഡ്, ഈജിപ്ഷ്യൻ ഫുഡ്, ഇതൊക്കെയാണ് അവിടെ കിട്ടുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ ബൈ ഡിഫോൾട്ട് വി ക്യാൻ ബി ഷുവർ അബൌട്ട് ഇറ്റ്. വി ആർ സേഫ്. ആസ് എ സ്റ്റുഡൻറ് ഐ വിൽ ബി സേഫ്. So JK, again we are meeting after a long time. So last podcast I guess like almost 1 year back we had. അതിൽ ഒരുപാട് വീഡിയോസ് ഭയങ്കര വൈറലായി. എസ്പെഷ്യലി ആ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വീഡിയോ വാസ് ലൈക്ക് ഗോയിങ് ക്രേസി ആൻഡ് വി വർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് എൻക്വയറീസ് റിലേറ്റഡ് ടു ദാറ്റ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇൻസ്റ്റയിൽ മാത്രം 40K+ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. ഈവൻ ഫ്യൂ ഇൻഫ്ലുവൻസേഴ്സ് ജസ്റ്റ് ലൈക്ക് ഡിഡ് ദി സെയിം സ്റ്റഫ് ഫോർ ദെയർ ഓൺ ലൈക്ക് ബെനിഫിറ്റ്, ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് ഇറ്റ് വെന്റ് വൈറൽ. സോ ഇപ്പം എന്താ പരിപാടി, ഇപ്പം എന്ത് ചെയ്യുന്നു? ഇപ്പം നന്നായി പോകുന്നു. ക്വൈറ്റ് ഗുഡ്. വി ആർ ഓൾസോ ഹാവിങ് എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഹിയർ ഇൻ എൻട്രി, ടേക്കിംഗ് കെയർ ഓഫ് ദം റിയലി വെൽ. ഓക്കെ. That's pretty much it. I think we have got a lot of questions from that video itself. ആ ഒരു വീഡിയോ തന്നെ കുറേ ആളുകൾ നമ്മുടെ കുറേ ഡിഫറെൻറ്റ് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. Maybe we can discuss that this time. Yeah, true. So this time like most of my questions are related to our previous പോഡ്കാസ്റ്റിൽ താഴെ വന്ന ഒരുപാട് കമൻസും പിന്നെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളെ കോൾ ചെയ്തിരുന്നു, മെസ്സേജസ് അയച്ചിരുന്നു, ഇൻസ്റ്റാ മെസ്സേജസ് ആൻഡ് ഓൾസോ ഗൂഗിൾ മെസ്സേജസ്, ആൻഡ് ദേ വർ കോളിംഗ് ഇൻബൗണ്ട് കോൾസ്, ലോട്ട് ഓഫ് കോൾസ് വി ഗോട്ട്, ആൻഡ് ദേ വർ ആസ്കിംഗ് ലൈക്ക് മെനി ക്വസ്റ്റ്യൻസ് വിച്ച് ഐ ഹാവ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് പോഡ്കാസ്റ്റ്. സോ this is going to be like really interesting and this is going to be like really worth watching for all the students this time. Yes. So starting with like, so just random ആയിട്ട് ഞാൻ ചോദിക്കാം, എന്തായിരുന്നു ഫസ്റ്റ് സാലറി ജർമ്മനിയിൽ പോയിട്ട്? ഫസ്റ്റ് സാലറി മാസ്റ്റേഴ്സിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അന്ന് ഒരു 2021 സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഒരു 5 years, ഓൾമോസ്റ്റ് 4-5 years ബിഫോർ ആണ്. അപ്പം അതൊരു 45,000 പെർ ഇയർ സാലറി ആയിരുന്നു. 45,000 എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അല്ല സോറി 45,000 euro ആയിരുന്നു പെർ ഇയർ. അതായത് ക്ലോസ് ടു 43 lakhs 42 lakhs പെർ ഇയർ ആയിരുന്നു സാലറി വരുന്നത്. അപ്പോൾ അത് ബ്രൂട്ടോ സാലറിയാണ്. അവിടെ 2 ടൈപ്പ് സാലറീസ് ഉണ്ട്, ബ്രൂട്ടോ ആൻഡ് നെറ്റോ. ബ്രൂട്ടോ എന്ന് പറഞ്ഞാൽ ബിഫോർ ടാക്സും, നെറ്റോ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ടാക്സും ആണ്. അപ്പോൾ 45,000 ആയിരുന്നു ഇനീഷ്യൽ സാലറി വെൻ ഐ സ്റ്റാർട്ട്. ഓ ഗ്രേറ്റ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 2025 വന്ന് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ പോകുന്ന ഒരാൾക്ക് ഒരു ഫസ്റ്റ് സാലറി എത്ര എക്സ്പെക്ട് ചെയ്യാം? സോ ഇത് ഒരു 45 ഞാൻ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഒരു 4 years ഡൗൺ ദ ലൈൻ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു 60 ഒരു 90% ആളുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് 60,000. അതായത് ഒരു 54 lakhs ഇവിടെ നാട്ടിലെ 54 ലക്ഷം. That's a very good package. That's quite good. Yeah, that's quite good. So ഇന്ത്യയിൽ ആക്ച്വലി ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു 10 to 15 years എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് പോലും ആ ഒരു സാലറി കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥയാണ്. അത് 60,000 എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലം ബേസ്ഡ് ആണ് കേട്ടോ. അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഈസ്റ്റ് ഓഫ് ജർമ്മനിയിൽ എപ്പോഴും സാലറി കുറവാണ്. ഈസ്റ്റ് ഓഫ് ജർമ്മനിയിൽ ഈ പറയുന്ന പോലെ 60,000 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സൗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സൗത്തിലൊരു 75,000 to 80,000 സ്റ്റാർട്ട് ചെയ്യാം. വെസ്റ്റിലേക്ക് പോയാലും ഒരു 70,000 to 75,000. നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 65,000 to 70,000 ആണ്. അപ്പം സൗത്തിലാണ് ഏറ്റവും കൂടുതൽ സാലറി, ഈസ്റ്റിലാണ് ഏറ്റവും കുറവ് സാലറി, വെസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ നോർത്തും ഇതിൻ്റെ നടുക്കാണ് വരുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ഇങ്ങനെ ജോബ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ എപ്പോഴും സൗത്ത് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. ഓസം. ദെൻ സി ദി കറന്റ് ട്രെൻഡ് ലൈക്ക് നമ്മൾ കഴിഞ്ഞൊരു തവണ സംസാരിച്ച ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 1 year ഗ്യാപ്പിൽ നോക്കുന്ന സമയത്ത് ദിസ് ഹോസ്പിറ്റൽ സ്റ്റഫ് ഇസ് ലൈക്ക് എവ്രിവെയർ. ലൈക്ക് പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് ഹോസ്പിറ്റൽ, നഴ്സിംഗ് ഹോസ്പിറ്റൽ. മേജറായിട്ട് നഴ്സിംഗ് അവർ സംസാരിക്കുന്നത്. അതിനുശേഷം അവർ സംസാരിക്കുന്നത് ദർ ആർ ലോട്ട് ഓഫ് അതർ കാറ്റഗറീസ് ലൈക്ക് ഹോസ്പിറ്റാലിറ്റി, ബാങ്കിങ്, ഈവൻ ബുച്ചർ ദർ ഇസ് ആൻ ഹോസ്പിറ്റൽ. അപ്പോൾ ഹോസ്പിറ്റലിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ. പക്ഷേ സി ദർ ഇസ് എ ക്രൗഡ് ഫോർ ഹോസ്പിറ്റൽ റൈറ്റ് ആഫ്റ്റർ 12th കഴിഞ്ഞ പിള്ളേരാണ് ശരിക്കും ഹോസ്പിറ്റൽ നോക്കുന്നത്. കാരണം ഈ സ്റ്റൈപ്പൻഡ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടാണ് എല്ലാവരും പറയുന്നത്. ഒരു 1.5 ലക്ഷം കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ പറയുമ്പോൾ ഒരു B2 ലെവൽ ലാംഗ്വേജ് എങ്കിലും വേണം, ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യണം. പക്ഷേ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയാനുള്ളൊരു താല്പര്യമുണ്ട്. സോ കമ്പയർഡ് ടു പബ്ലിക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻസ് ഓർ ഹോസ്പിറ്റൽ,
സ്റ്റുഡൻറ്റിന് ഒരു ക്ലാരിറ്റി വേണ്ടത് എപ്പോഴാണ് ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിനും അതുപോലെ തന്നെ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിനും ഒരു ക്ലാരിറ്റി കിട്ടും ഈ ഒരു കമ്പാരിസൺ. സോ ഹൗസ് ബിൽഡിംഗ് ആൻഡ് ഓൾസോ പബ്ലിക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻസ്. ഓഫ് കോഴ്സ് ഈ ഒരു പോയിന്റ് എനിക്ക് എപ്പോഴും സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ള പോയിന്റാണ്. ആക്ച്വലി ഇപ്പം നമ്മൾ ഇൻസ്റ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ടോക്കിംഗ് അബൌട്ട് ഹൗസ് ബിൽഡിംഗ്. പക്ഷേ ഇതിനെപ്പറ്റിയുള്ള റിയൽ ലോജിക് അവർ പറയുന്നില്ല. അവർ പറയുന്നത് നിങ്ങൾ ഹൗസ് ബിൽഡിംഗ് ചെയ്യൂ, യു കം ഹിയർ, യു സ്റ്റാർട്ട് വിത്ത് ദ ജോബ് ഡയറക്ട്ലി. ബട്ട് ഹൗസ് ബിൽഡിംഗ് ഇസ് ഓൾസോ ലൈക്ക് എ സ്റ്റഡീസ്. ഒരു 3 years കോഴ്സാണ്. പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ജോബുണ്ട്, നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുകയും ചെയ്യും. ദിസ് ഇസ് കംപ്ലീറ്റ്ലി ട്രൂ. അപ്പം ഇർഷാൻ ചോദിച്ച പോലെ തന്നെ 12th കഴിഞ്ഞ ഒരാളും ബാച്ചുലേഴ്സ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഉള്ള ഒരാളും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഓഫ് കോഴ്സ് 12th കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് മേക്ക് സെൻസ് ടു ഗോ ഫോർ ഹൗസ് ബിൽഡിംഗ്. കാരണം അവിടെയും ജർമ്മനിയിലും ജനറലി 12th അല്ലെങ്കിൽ 13th ഇയർ കഴിയുന്നവരാണ് ഹൗസ് ബിൽഡിങ്ങിന് പോകുന്നത്. ബട്ട് ബാച്ചുലേഴ്സ് കഴിഞ്ഞവർ ഹൗസ് ബിൽഡിംഗ് പോകുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. ആക്ച്വലി അതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മണിയാണ്, കാശാണ്. അവസാനം ഡൗൺ ടു ദ ലൈൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി ഹൗസ് ബിൽഡിങ്ങിന് എപ്പോഴും കുറവായിരിക്കും. നിങ്ങൾ ബാച്ചുലർ കഴിഞ്ഞ് നിങ്ങൾ ജോലി കയറുമ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ 60,000 അല്ലെങ്കിൽ ഒരു 50,000 എങ്കിലും നിങ്ങൾക്ക് സാലറി കിട്ടും. ബട്ട് നിങ്ങൾ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് കയറുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു 40 അല്ലെങ്കിൽ 45,000 ആയിരിക്കും കിട്ടുക. പക്ഷേ അതിൽ മേജർ പോയിന്റ് എന്ന് പറയുന്നത് ഈ ബാച്ചുലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് ദർ ഇസ് നോ ലിമിറ്റ് അബോവ്. 60,000 യു ക്യാൻ റീച്ച് 100, 150, 125 അങ്ങനെ പൊക്കോണ്ടിരിക്കാം. ബട്ട് ഹൗസ് ബിൽഡിംഗ് ഹാസ് ഓൾവേസ് എ റെസ്ട്രിക്ഷൻ. അപ്പം ജർമ്മനി ഭയങ്കരമായിട്ട് എഡ്യൂക്കേഷൻ വാല്യൂ ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ അവർക്ക് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ട് എൻ്റെ സാലറിക്ക് ലിമിറ്റേഷൻ ഇല്ല. സോ ഇഫ് ഐ ഗോ ആൻഡ് ആസ്ക് ദം ഐ നീഡ് 100,000 ബിക്കോസ് ഐ ഹാവ് എ മാസ്റ്റേഴ്സ്, എനിക്ക് പറയാനൊരു കാരണമുണ്ട്. ബട്ട് ഹൗസ് ബിൽഡിങ്ങിൻ്റെ ബേസിൽ നിങ്ങൾക്ക് പോയി പറയാൻ പറ്റില്ല എനിക്ക് ഈ ഒരു സാലറി വേണം, എനിക്ക് ഹൗസ് ബിൽഡിംഗ് ഉണ്ടെന്ന്. അതാണ് ഡിഫറൻസ്. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയനിൽ ബാച്ചുലേഴ്സോ ഡിഗ്രിയോ ചെയ്ത ഒരാൾ എപ്പോഴും ഹൗസ് ബിൽഡിങ്ങിനേക്കാളും കൂടുതൽ മാസ്റ്റേഴ്സ് എടുക്കുക അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഒരു ജോബിന് സെർച്ച് ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഗ്രേറ്റ്. സോ ഇതിലൊരു പോയിന്റ് ഞാൻ ഒരു ട്രിക്ക് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നതാണ്. ബട്ട് ദേ ആർ നോട്ട് കൺവേർട്ടിംഗ് ഇൻ ടു യൂറോസ്. അല്ലെ യൂറോസിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ക്ലോസ് ടു 2,000 euros അല്ലേ? ഇല്ല, അത് കിട്ടുന്നില്ല. ദാറ്റ് ഈസ് വാട്ട് ഐ ആം ട്രൈയിങ് ടു സേ. ഇതാണ് ഇവർ പറയുന്ന ഒരു ഫേക്ക് പ്രോമിസിംഗ് എന്ന് പറയുന്നത്. 2,000 euro ഹൗസ് ബിൽഡിങ്ങിന് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. ഓക്കെ, അവർക്ക് കിട്ടുന്നത് ഒരു 1,100 യൂറോയും ഒരു 850 തൊട്ട് 1,200, 1,300 വരെ കിട്ടുന്ന ആളുകളുണ്ട്. മനസ്സിലാവും? അതും 2,000 എന്ന് അവർ പറയുമ്പോൾ എപ്പോഴും ബിഫോർ ടാക്സ് ഇതൊക്കെ കൂട്ടിയിട്ടാണ് അവർ പറയുന്നത്. ടാക്സ് ഒക്കെ കഴിഞ്ഞ് എല്ലാ പിടുത്തവും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 850 തൊട്ട് 1,300 വരെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ മിക്ക പിള്ളേരും ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഏകദേശം 3.5 lakhs വരെ അവർ സർവീസ് ചാർജ് മാത്രമായിട്ട് കൊടുത്തിട്ട് പോകുന്നത്. So literally it's not worth it. That's what you compare to public universities. That's what I'm telling. So if you have a degree already, ഇവിടെ ഞാനിപ്പോൾ പല ആളുകളെയും കണ്ടു, അവരിവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഹൗസ് ബിൽഡിങ്ങിന് പോവാണ്. എന്തിനാണ്? ഇറ്റ് മേക്സ് നോ സെൻസ്. നിങ്ങൾ 4 വർഷം കഷ്ടപ്പെട്ട് ഒരു ഡിഗ്രി പഠിച്ചിട്ട് ഹൗസ് ബിൽഡിങ്ങിന് മുമ്പ് അവർ പോയി ചെയ്യുന്ന ഒരു ബന്ധമില്ലാത്ത ഏതെങ്കിലും ഹൗസ് ബിൽഡിംഗ് ആയിരിക്കും. അപ്പോൾ ആ ഒരു 4 വർഷം വെറുതെ പോവാണ്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി അതിലും കുറവായിരിക്കും. സോ യു ആർ ജസ്റ്റ് വേസ്റ്റിംഗ് യുവർ ലൈഫ്. പക്ഷേ 12th കഴിഞ്ഞ് പോകുന്നവർ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ ടു ഗോ ഫോർ എൻ ഹൗസ് ബിൽഡിംഗ്. ആൻഡ് ഓൾസോ ലൈക്ക് ഹൗസ് ബിൽഡിങ്ങിന് സ്ലോട്ട്സ് ആണ് അല്ലേ? ലൈക്ക് സീറ്റ്സ് ഒരിക്കലും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സോ ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ രീതിയിലുള്ള അഡ്മിഷൻ കിട്ടുന്നില്ല. എല്ലാം റിസർവ്ഡ് സീറ്റ്സ് ആണ്. ദാറ്റ് ഇസ് ഓൾസോ എ പ്രോബ്ലം, റൈറ്റ്? ലൈക്ക് ഈവൻ നഴ്സിംഗ് ഇപ്പോൾ കിട്ടാൻ തന്നെ ഭയങ്കര ഡിമാൻഡിങ് ആണ്. ഇൻ കേരള ഇറ്റ്സ് ബിക്കമിങ് സോ പോപ്പുലർ, ബട്ട് മെനി സ്റ്റുഡൻസ് ആർ മിസ്ഗൈഡഡ് അൺഫോർച്ചുനേറ്റ്ലി. ബട്ട് ത്രൂ ദിസ് മെസ്സേജ് ലൈക്ക് ഇറ്റ്സ് ഗിവിംഗ് എ ക്ലാരിറ്റി, ഐ ഗെസ്. I hope I can help some students with this message. Awesome. Even നമുക്ക് തന്നെ ഏകദേശം ഒരു 50 to 60 എൻക്വയറീസ് ഒരു മാസം വരുന്നുണ്ട് ഹൗസ് ബിൽഡിംഗ്. But we are not doing house building just because we know the reality. Exactly. And coming back to the public university, so there is a trend where like ആൾക്കാരുടെ മൈൻഡിലുള്ളൊരു സെറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് സെറ്റ് എന്താ വെച്ചാൽ ഒരു 60-70 എങ്കിലും മിനിമം വേണം. അതും ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഒരു 70 and 80 ആ ഒരു ബ്രാക്കറ്റ് ആൻഡ് എബോവിൽ പോകുന്ന കുട്ടികൾക്ക് മാത്രമേ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ബട്ട് ലൈക്ക് ദി റിയാലിറ്റി ഈസ് ലൈക്ക് 50 to 60% ബ്രാക്കറ്റിൽ വരുന്ന പിള്ളേർക്ക് പോലും നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ വിത്ത് 100% സ്കോളർഷിപ്പ് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ പറ്റുമോ? പറ്റും, ഡെഫിനറ്റ്ലി പറ്റും. നമ്മൾ ചെയ്തിട്ടുള്ളതല്ലേ 50 to 55. സി ദ പോയിന്റ് ഇസ് യൂണിവേഴ്സിറ്റി തന്നെ പലതരം യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ IIT പോലത്തെ യൂണിവേഴ്സിറ്റികളും ഉണ്ട്. താഴേക്കുള്ള ഡൗൺഗ്രേഡ് ആയിട്ടുള്ള വേറെ റാങ്കുകൾ വരുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ജർമ്മനിയിൽ പല ടൈപ്പ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അപ്ലൈഡ് സയൻസസ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പം നമുക്ക് അപ്ലൈഡ് സയൻസ് യൂണിവേഴ്സിറ്റിയിലെ റിക്വയർമെൻറ്റ്സ് കംപ്ലീറ്റ്ലി അത്ര ഈ ഒരു ഹൈ ലെവൽ എഡ്യൂക്കേഷൻ വേണമെന്ന് നിർബന്ധമില്ല. 50 to 55 അല്ലെങ്കിൽ 55 to 60 റേഞ്ച് വരുന്നവർക്കും ഈ പറയുന്ന പോലെ അപ്ലൈഡ് സയൻസ് യൂണിവേഴ്സിറ്റീസിൽ ഫുൾ സ്കോളർഷിപ്പോടുകൂടി തന്നെ പഠിക്കാൻ പറ്റും. സോ അപ്പോൾ ഡുവബിൾ ആണ് ഡെഫിനറ്റ്ലി. ഓസം. സോ ആർക്കും അറിയാത്തൊരു കാര്യമാണ്, അതായത് അവിടുത്തെ ഇപ്പോൾ നമ്മുടെ പിള്ളേർക്ക് അറിയാമല്ലോ നാട്ടിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അരിയേഴ്സ് ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് ഒരു സെമിസ്റ്ററിൽ ഒരു 20-30 അരിയേഴ്സ് അങ്ങോട്ട് ക്ലിയർ ചെയ്തിട്ട്
ഒരു മാസമായിട്ടുള്ളൊരു, അപ്പോൾ ഹീസ് ബിക്കമിങ് ഇൻ ഹീറോ ഓൺലി ബൈ ക്ലിയറിങ് ഹരിയസ്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊരു രീതി. അപ്പോൾ ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ കയറിയ പിള്ളേർക്ക് ഈ ഹരിയസ് ഒക്കെ വെക്കാൻ പറ്റുമോ? അരിയേഴ്സ് പറ്റും, ബട്ട് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് എപ്പോഴും. അതായത് നിയമം അനുസരിച്ച്, ജർമ്മനിലെ നിയമം അനുസരിച്ച് നിങ്ങൾ ഒരേ എക്സാം 3 പ്രാവശ്യത്തിൽ കൂടുതൽ എഴുതി കഴിഞ്ഞാൽ, എന്നിട്ട് നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ ക്യാൻസൽ ആവും. ഇതാണ് നിയമം. അതായത് മാക്സിമം 3 ടൈംസ് എഴുതാൻ പറ്റുള്ളൂ ഒരു എക്സാം, മാക്സിമം. ഇവിടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, നമ്മൾ ഫീസ് പേ ചെയ്ത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ബട്ട് 3 ടൈംസ് കൂടുതൽ എഴുതി കഴിഞ്ഞാൽ യു വിൽ ഹാവ് ടു ഗോ ബാക്ക് ടു ഇന്ത്യ. ബട്ട് ഒരു എക്സാമ്പിൾ ഞാൻ വേണം പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ തന്നെ ഹീ റോട്ട് 1 സിംഗിൾ എക്സാം 3 ടൈംസ്. ഹീ ഈസ് വെരി സ്റ്റുഡിയസ്, ബട്ട് ഇറ്റ് വാസ് എൻ ഓറൽ എക്സാം. അപ്പം അതിൽ നമ്മൾ ഡയറക്ട്ലി പ്രൊഫസറുമായിട്ടാണ് സംസാരിക്കേണ്ടത്. മൈ പ്രൊഫസർ വാസ് ഫ്രം MIT-ലാണ് പുള്ളിയുടെ പോസ്റ്റ് ഡോക്ക് ഒക്കെ ചെയ്തത്. അപ്പം വെൻ യു ആർ ടോക്കിംഗ് ടു ദ പ്രൊഫസർ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് അല്ലേ, നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം ഫൈനലി അയാൾ 3ാമത്തെ പ്രാവശ്യം ഫെയിൽ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൊഫസറിന് കനിവ് തോന്നിട്ട് ആൾ പറഞ്ഞു, ഓക്കെ വി ക്യാൻ ഡു എ സ്മോൾ ലിറ്റിൽ എക്സാമിനേഷൻ, ഇത് പാസ്സായി കഴിഞ്ഞാൽ യു ക്യാൻ കംപ്ലീറ്റ്. അപ്പം നല്ല പ്രൊഫസേഴ്സ് ആണെങ്കിൽ 3ാമത്തെ പ്രാവശ്യം കഴിയുമ്പോഴത്തേക്കും കനിവ് തോന്നി നിങ്ങളോട് പറയും ഒരു കോംപ്ലിമെൻ്ററി എക്സാം എഴുതാം, അത് പാസ്സായി കഴിഞ്ഞാൽ യു ക്യാൻ കണ്ടിന്യൂ. ബട്ട് നല്ല പ്രൊഫസർ അല്ല, ഹീസ് എ വെരി സ്ട്രിക്ട് പ്രൊഫസർ, അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ തിരിച്ചു വരേണ്ടി വരും ഇവൻച്വലി. ഓക്കെ, സോ ബേസിക്കലി ഒരു സെയിം സബ്ജക്റ്റിൽ 3 തവണ ഫെയിൽ ആയി കഴിഞ്ഞാൽ നാട്ടിലോട്ട് തിരിച്ചു വരേണ്ടി വരും. ഓഫ് കോഴ്സ്. അതാണ് fine. But see, the next important thing current, as per the current scenarios, like the political scenarios are changing in Germany. Yes. Okay, ഇപ്പോൾ നമുക്ക് നേരത്തെ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള രീതിയിലുള്ള അനൗൺസ്മെൻറ്റ്സ് ആയിരുന്നു. അതായത് ഒരു 3 years കൊണ്ട് നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. ആൻഡ് ഇമിഗ്രൻസ് വർ ലൈക്ക് സോ മച്ച് എക്സൈറ്റഡ് ബൈ ഹിയറിങ് ഓൾ ദോസ് ന്യൂസ്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി സിനാരിയോ മാറി. പൊളിറ്റിക്കൽ സിനാരിയോ കോalition ഗവൺമെൻറ് ആണ് അവിടെ വരാൻ പോകുന്നത്. ആൻഡ് ദേ ആർ ലിറ്റിൽ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് ഇമിഗ്രൻസിനെ എൻ്റർടൈൻ ചെയ്യാൻ. സോ വാട്ട് ഇസ് എ കറന്റ് സിനാരിയോ? കറന്റ് സിനാരിയോ ഫോർ എ സ്റ്റുഡൻറ്റ് സേഫ്, കംപ്ലീറ്റ്ലി സേഫാണ്. അപ്പോൾ അതിൽ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ 2 ടൈപ്പ് ഉണ്ട്, ലീഗൽ ഇമിഗ്രേഷൻ ആൻഡ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ. ലീഗൽ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആളുകൾ അത് കറക്റ്റായിട്ട് വീസ എടുക്കുന്നു, നമ്മൾ അവിടെ പോകുന്നു, നമ്മൾ പഠിക്കുന്നു, അവരെ ശല്യപ്പെടുത്താതെ നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്നു. ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിൽ നിന്ന് അവർ ബോർഡർ ചാടി യൂറോപ്പിൽ വന്ന് നിൽക്കുന്നതാണ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ. പുതിയതായിട്ട് വരുന്ന കൊലീഷൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ ഇമിഗ്രേഷൻ ആണ് അവരുടെ പ്രശ്നം. അവർക്ക് ഇല്ലീഗൽ ഇമിഗ്രേഷൻ ആണ് ബാൻ ചെയ്യേണ്ടത്. അപ്പോൾ ലീഗൽ ഇമിഗ്രേഷനിൽ നിൽക്കുന്നവർക്ക് ദേ സ്റ്റിൽ ലൈക്ക് ദം, കാരണം അവരില്ലാതെ ആ രാജ്യം നടക്കില്ല. ജർമ്മനിൽ ഒരു 90% ഓഫ് റെസ്റ്റോറൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ജർമ്മൻ ഫുഡ് അല്ല അവിടെ കിട്ടുന്നത്. ടർക്കിഷ് ഫുഡ്, ഇന്ത്യൻ ഫുഡ്, ഈജിപ്ഷ്യൻ ഫുഡ്, ഇതൊക്കെയാണ് അവിടെ കിട്ടുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ ബൈ ഡിഫോൾട്ട് we can be sure about it. We are safe. As a student, I will be safe. Okay, so for students there is no issues at all. So that gives a very important message out there. And also coming to the latest blocked account scenario, അതായത് കഴിഞ്ഞൊരു ബ്ലോക്ക്ഡ് അക്കൗണ്ടിനെക്കാളും ഇപ്പോൾ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നമ്മൾ വെക്കേണ്ട ഒരു എമൗണ്ടിൻ്റെ ഒരു സിനാരിയോ ഇച്ചിരി കൂടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാനഡ ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർ ഡബിൾ ആക്കി, പക്ഷെ ആ ലെവലിൽ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. സോ ക്യാൻ യു ഗിവ് എ ക്ലാരിറ്റി? ബ്ലോക്ക്ഡ് അക്കൗണ്ട് എമൗണ്ട് കൂടിയിട്ടുണ്ട്. It is now 11,904. Okay. So അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ക്ലോസ് ടു 11 lakhs അടുത്ത് വരും. അതാണ് പുതിയ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എമൗണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇൻഫ്ലേഷൻ കിക്ഡ് ഇൻ, സോ ഡേ ഓൾസോ ഹാവ് ടു ഇൻക്രീസ് ദ എമൗണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പണ്ട് വീസയ്ക്ക് നമുക്ക് വി കുഡ് ഹാവ് ടേക്കൻ എ സ്ലോട്ട് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. നമുക്ക് ഒരു ഡോക്യുമെൻസും ഇല്ലാതെ പാസ്പോർട്ട് മാത്രം വെച്ചിട്ട് നമുക്ക് വീസയ്ക്ക് സ്ലോട്ട് എടുക്കുമായിരുന്നു VFSൽ നിന്ന്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ കൺഫർമേഷൻ കാണിക്കാതെ നമുക്ക് വീസയ്ക്ക് പോകാൻ പറ്റില്ല. It's a mandatory thing. സ്ലോട്ട് കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ കൺഫർമേഷൻ കാണിക്കണം. ഇതാണ് ഈ വർഷത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. കൂൾ. ആൻഡ് ഓൾസോ ദി മോസ്റ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ലൈക്ക് ഇപ്പോൾ ഒരുപാട് പിള്ളേർ കയറി പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ ഇഷ്ടം പോലെ പിള്ളേരെ കയറ്റി വിടുന്നുണ്ട്. ബട്ട് ലൈക്ക് മോസ്റ്റ് ഓഫ് അവർ സ്റ്റുഡൻസ് ആർ റിയലി ഹാപ്പി ആൻഡ് ദേ ആർ ഗെറ്റിംഗ് ജോബ്സ് ഓൾസോ. ബട്ട് ദർ ഇസ് എ ലെവൽ ഓഫ് സ്റ്റുഡൻസ് ലൈക്ക് ഹു ആർ ഓവറോൾ കേരളത്തിൽ നിന്ന് തന്നെ നല്ലൊരു ക്രൗഡ് പോകുന്നുണ്ട് അവിടെ. പക്ഷെ അവർക്ക് ജോലി കിട്ടാൻ വളരെ പാടാണെന്നുള്ള രീതിയിലുള്ളൊരു ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ആവുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ എസ്പെഷ്യലി. സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ് പാർട്ട്? ലൈക്ക് പാർട്ട് ടൈം ജോബ്സ് ശരിക്കും കിട്ടാൻ പാടാണോ? ഡിഫിക്കൽട്ട് ആയിട്ടുണ്ട് ഡെഫിനറ്റ്ലി. കാരണം ഒരു സാച്ചുറേഷൻ പൂളിലേക്ക് മൂവ് ചെയ്യാണ് പാർട്ട് ടൈമിൻ്റെ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ. കാരണം 2018 ഞാൻ പോയ സമയത്തായിരുന്നെങ്കിൽ അവിടെ കംപ്ലീറ്റ്ലി ഇന്ത്യൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നോട്ട് ഓൺലി ജസ്റ്റ് ഇന്ത്യൻസ്, ഓൾ അതർ കൺട്രി പീപ്പിൾ ആർ ഇൻക്രീസിങ് ഇൻ ജർമ്മനി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലിമിറ്റേഷൻസ് ആയിട്ടുണ്ട്. ബട്ട് ഐ കനോട്ട് ടെൽ യു ദാറ്റ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ഗെറ്റ് എ പാർട്ട് ടൈം ജോബ്. അപ്പം നമ്മൾ നേരത്തെ ഒരു 5 ജോബിന് അപ്ലൈ ചെയ്ത സമയമായിരുന്നെങ്കിൽ ഇപ്പം ഒരു 10-15 ജോബിനെങ്കിലും അപ്ലൈ ചെയ്താലാണ് നമുക്കൊരു ജോബ് കിട്ടുക. കിട്ടും, കുറച്ച് ടൈം പിടിക്കും. ആൻഡ് ഓൾസോ ലൈക്ക് ഹൗ അബൌട്ട് ദി ലാംഗ്വേജ് റിക്വയർമെൻറ്റ്? അത് എപ്പോഴും ഉള്ളൊരു ഇഷ്യൂ ആണ്. ഇപ്പോഴും മാർക്കറ്റിലൊരു കൺഫ്യൂഷൻ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. പിന്നെ എസ്പെഷ്യലി ഒരു ജോലി അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് ഈവൻ അറ്റ്ലീസ്റ്റ് ഒരു A2 ലെവലെങ്കിലും പഠിച്ചിരിക്കണം.
എന്നുള്ളൊരു സിനാരിയോ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താണ് ജയിക്കുന്നത്? ജർമ്മൻ ലാംഗ്വേജ് റിക്വയർമെന്റ് ആസ് ഐ യൂഷ്വലി സേ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല നമുക്ക് ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് ഓൾവേസ് എ മെത്ത്, ഇറ്റ് വിൽ സ്റ്റിൽ കണ്ടിന്യൂ ആസ് എ മെത്ത്. ആരോട് ചോദിച്ചാൽ അവരിപ്പോഴും പറയും ജർമ്മൻ ഇല്ല, ജർമ്മനിക്ക് എങ്ങനെ പോകാൻ പറ്റും? ഇഫ് യുവർ കോഴ്സ് ഇസ് ഇൻ ഇംഗ്ലീഷ്, നിങ്ങൾ ചെയ്യുന്ന കോഴ്സ് ഇംഗ്ലീഷിലാണെങ്കിൽ, നിങ്ങളുടെ പ്രൊഫസേഴ്സ് പഠിപ്പിക്കുന്ന ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾക്ക് ജർമ്മൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അത് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, നിങ്ങൾ ജോബിലേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യുന്ന സെക്ടർ ബേസ്ഡ് ആണ് ഇത് വരിക. ഇപ്പം ഞാൻ ചെയ്തത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ എനിക്ക് ജർമ്മൻ ലാംഗ്വേജിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഞാൻ മാക്സിമം പ്ലാന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുക്കാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിന് ബേസിക് ജർമ്മൻ്റെ ആവശ്യം വരുള്ളൂ. IT ചെയ്യുന്ന ഒരാൾക്ക് ജർമ്മൻ ലാംഗ്വേജിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം IT കമ്പനീസ് ഇസ് ഇന്റർനാഷണൽ. ഇന്റർനാഷണൽ കമ്പനീസിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ജർമ്മൻ്റെ ആവശ്യം വരുന്നില്ല. വി നീഡ് ബെറ്റർ ഇംഗ്ലീഷ് ഇൻ ദാറ്റ് കേസ്. മനസ്സിലാവും? ജോലിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ജർമ്മൻ ഇല്ല എങ്കിലും കമ്പനീസ് സപ്പോർട്ട് യു ടു ലേൺ ജർമ്മൻ. ദിസ് ഇസ് എ ബിഗ് അഡ്വാൻറ്റേജ്. ഇപ്പം എൻ്റെ കമ്പനി എനിക്ക് B1 നിന്ന് B2 പഠിക്കാനുള്ളതും അല്ലെങ്കിൽ C1 എത്താനുള്ളതുമായ ജർമ്മൻ അവർ എന്നെ പഠിപ്പിച്ചു. ദാറ്റ്സ് എ ബിഗ് അഡ്വാൻറ്റേജ്. അപ്പം അവർ ദേ ആർ പ്രൊമോട്ടിംഗ് ജർമ്മൻ ആസ് മച്ച് ആസ് പോസിബിൾ. നമ്മളത് പഠിക്കാൻ വില്ലിംഗ് ആണ് എങ്കിൽ വി ക്യാൻ ഗെറ്റ് ഇൻ ദ കമ്പനി ആൻഡ് ലേൺ. സോ ഇനീഷ്യലി യു ഡോണ്ട് നീഡ് ജർമ്മൻ അറ്റ് ഓൾ. ഓക്കെ, നമുക്ക് ജർമ്മൻ ലാംഗ്വേജിൽ അറിഞ്ഞിരിക്കേണ്ട 2-3 ഒരു ഡയലോഗ്സ്, അതായത് നമ്മൾ പണ്ടൊരു പടത്തിൽ പറഞ്ഞ പോലെ വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്ന് ലാലേട്ടൻ പറയുന്ന പോലെ നമുക്ക് ജർമ്മനിയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? നമ്മളവിടെ ഇവിടെ നമസ്കാരം പറയുന്നവരെ അവിടെ ഹലോ എന്നാണ് പറയുന്നത്. ഓക്കെ, ഹലോ ഹലോ എന്ന് പറയും. യു ക്യാൻ ടെൽ മീ ഹലോ. ഹലോ വി ഗേറ്റ് എസ് ഡിയർ. എന്താ സംഭവം? ഹൗ ആർ യു എന്ന് ചോദിക്കുന്നതാണ് വി ഗേറ്റ് എസ് ഡിയർ എന്ന് പറയും. അപ്പം തിരിച്ചു പറയേണ്ടത് മി ഗേറ്റ് എസ് ഗുഡ്, ഐ എം ഡൂയിങ് ഗുഡ്. ഇങ്ങനെയാണ്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ, ഗുഡ് മോർണിംഗിന് ഗുഡ് ആൻഡ് മോർഗൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗുഡ് നൈറ്റിന് ഗുഡ് നാക്ട് എന്ന് പറയും. അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ ബൈ പറഞ്ഞു പോകുമ്പോഴത്തേക്കും നമ്മളിവിടെ ടാറ്റ പറയില്ലേ, അതിന് പകരം അവിടെ പറയുന്നത് ചൂസ് എന്നാണ്. ചൂസ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇറ്റ്സ് സൗണ്ടിങ് ലൈക്ക് ലിറ്റിൽ വേർഡ്സ് ഫ്രം ഇംഗ്ലീഷ് ലാംഗ്വേജ്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, ഈസ് ഇറ്റ് ട്രിക്കി ലേണിംഗ് ജർമ്മൻ? ലൈക്ക് യു ടോക്ക് വെരി ഫ്ലുവൻ്റ്ലി, ഐ നോ ഇറ്റ്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, ഇപ്പോൾ വേറൊരു സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാർ എപ്പോഴും പറയാറുണ്ട് മലയാളം പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഇല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോകുമ്പോൾ പറയും, മലയാളീസ് പറയും തമിഴ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ജർമ്മനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്റ്റുഡൻറ്റ്? ജർമ്മൻ സിമ്പിൾ കോൺസെപ്റ്റ് ആണ് ആക്ച്വലി. ജർമ്മൻ്റെ ഓൾമോസ്റ്റ് എല്ലാ റൈറ്റിംഗ്സും, അതായത് ആൽഫബറ്റ്സ് എല്ലാം ഇംഗ്ലീഷിലാണ്. ഒരു 95% ആൽഫബറ്റ്സ്. അതിൻ്റെ കൂടെ കുറച്ച് ഉംലൗട്ട്സ് ഉള്ള, അതായത് മേളിൽ 2 ഡോട്ട്സ് ഉള്ള ആൽഫബറ്റ്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് അഡീഷണൽ ആയിട്ടുള്ള ആൽഫബറ്റ്സ് ആണ്. പ്രൊനൗൺസിയേഷൻസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ബട്ട് എന്നെ സംബന്ധിച്ചോളം വാട്ട് ഐ ക്യാൻ ടെൽ യു ഇസ് മോസ്റ്റ് ഓഫ് the words are very similar to English. അപ്പോൾ അതിലൊരു എൻഡ് പോയിന്റ് അല്ലെങ്കിൽ വാലും തലയൊന്ന് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ജർമ്മനായി മാറുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത്. ചില വാക്കുകൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്, ഡിഫിക്കൽട്ട് ആണ്. ഇതിലെ ഏറ്റവും ട്രിക്കിയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്രാമറാണ്. ജർമ്മനിൽ എപ്പോഴും വേർബ് വരുന്നത് സെക്കൻഡ് പൊസിഷനിലായിരിക്കും. ഇംഗ്ലീഷിൽ എപ്പോഴും എൻഡിൽ വരാം, മിഡിൽ വരാം, സൈഡിൽ വരാം, എങ്ങനെ വേണം വരാം. പക്ഷേ ജർമ്മനിൽ എപ്പോഴും സെക്കൻഡ് പൊസിഷനിലായിരിക്കും വേർബ് വരുന്നത്. അങ്ങനെ കുറച്ച് 2 വേർബ് വരുമ്പോഴത്തേക്കും ലാസ്റ്റ് പോയിന്റിൽ പോകും. അങ്ങനെ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. ഇതൊക്കെയാണ് ട്രിക്കായിട്ടുള്ള കാര്യങ്ങൾ. ബട്ട് ഡൂവബിൾ, ഡെഫിനറ്റ്ലി ഡൂവബിൾ. ആൻഡ് ഓൾസോ മോസ്റ്റ് ഓഫ് ദി പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആർ ഗിവിംഗ് ഫ്രീ കോച്ചിങ് അല്ലേ? That's another thing. See, since they love their language, most of the universities, ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി തന്നെ എനിക്ക് ഫ്രീ കോച്ചിങ് തരുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് അവിടെ പോയി എൻറോൾ ചെയ്യാം. A1 പഠിക്കാം, A2 പഠിക്കാം, B1 പഠിക്കാം, B2 പഠിക്കാം, C1 പഠിക്കാം. നമ്മൾ പുറത്ത് പോയി ചെയ്യണമെങ്കിൽ ഒരു ലെവല് പഠിക്കണമെങ്കിൽ 600-700 യൂറോ ആണ് നമ്മൾ കൊടുക്കുക. നമ്മുടെ നാട്ടിൽ തന്നെ ഏകദേശം പിള്ളേർ 1 ലക്ഷം മുടക്കിയിട്ടാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത്. അതാണ്. അതിന്റെ ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു A1 A2 പഠിക്കാം. അവിടെ ചെല്ലുമ്പോൾ പാർട്ട് ടൈം കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ ബേസിലോ അല്ലെങ്കിൽ അവിടുത്തെ അഗൻഡൂർ ഫോർ അറബേറ്റ് എന്ന് പറയും, അവിടുത്തെ എംപ്ലോയ്മെന്റ് ഓഫീസ്, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് പഠിപ്പിക്കും. ഞാൻ അങ്ങനെയാണ് എൻ്റെ ബാക്കി കോഴ്സസ് ഒക്കെ തീർത്തതും. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കമ്പനി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ലാസ്റ്റത്തെ ലെവലിലൊക്കെ തീർത്തത്. ഓ ഗ്രേറ്റ്, ഓസം. ആൻഡ് ദർ ഇസ് എ കോൺസെപ്റ്റ് കോൾഡ് മിനി ജോബ്സ് അല്ലേ? സോ മിക്ക പിള്ളേരും ആ ഒരു ബ്രാക്കറ്റിൽ പെടുന്നുണ്ട്. സോ ക്യാൻ വി ടോക്ക് മോർ അബൌട്ട് ദാറ്റ്? വാട്ട് ആർ ദിസ് മിനി ജോബ്സ് ആൻഡ് അതിലും ടാക്സ് വരുന്നുണ്ടോ? ഇല്ല, മിനി ജോബ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സർട്ടൻ സെറ്റ് ഇൻകം വരുന്ന ഒരു കാറ്റഗറിയാണ് മിനി ജോബ് എന്ന് പറഞ്ഞാൽ. 556 യൂറോസ് ആണ് ആസ് ഫാർ ആസ് ഐ നോ. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് 450 ആയിരുന്നു. ഇപ്പോൾ 550 മാറി. ഈ ഒരു എമൗണ്ടിൽ നമുക്ക് സാലറി വരുവാണെങ്കിൽ വി ആർ കോൾഡ് എസ് മിനി ജോബ് വർക്കർ. അപ്പോൾ അതിന് സെപ്പറേറ്റ് ഫെട്രാഗ് എന്ന് പറയും, കോൺട്രാക്ട് ഉണ്ട്. ആ കോൺട്രാക്ട് ബേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ അതിന് ടാക്സ് ഒന്നും കൊടുക്കണ്ട. 556 ആണ് നിങ്ങളുടെ സാലറി എങ്കിൽ നിങ്ങൾക്ക് 556 യൂറോസ് നിങ്ങൾക്ക് കൈ കിട്ടും. അതാണ് മിനി ജോബ് എന്ന് പറയുന്നത്. സോ ബട്ട് യു കനോട്ട് ഡു 2 മിനി ജോബ്സ്. ലീഗലി 2 മിനി ജോബ് ചെയ്യാൻ പാടില്ല. ചെയ്യുന്ന ഒത്തിരി പേരെ എനിക്കറിയാം 2 മിനി ജോബ്. കാരണം നിങ്ങൾ ടാക്സ് ചെയ്യുന്നില്ല. 2 മിനി ജോബ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 1000 യൂറോയ്ക്ക് മുകളിൽ വരും. ബട്ട് യു ആർ നോട്ട് പേയിങ് എനി ടാക്സ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു മിനി ജോബും ഒരു ടൈൽ സൈറ്റ് എന്ന് പറയുന്ന ഒരു സാധാ പാർട്ട് ടൈം ജോബും നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ ജോബിന് നമ്മൾ ടാക്സ് ചെയ്യുന്നതായിരിക്കും.
അതല്ലേ. ഓക്കെ, സോ നൗ കമ്മിങ് ടു ദി പോയിന്റ്, ഈ സെമിസ്റ്റർ ബ്രേക്കിലൊക്കെ ഇപ്പോൾ പിള്ളേർക്ക് നോർമലി നമുക്കറിയാം ഒരു 20 hours വരെ വീക്ക്ലി വർക്ക് ചെയ്യാം പഠിക്കുന്ന സമയത്ത്. പക്ഷേ മിക്ക കുട്ടികൾക്കും ഇടയ്ക്ക് ബ്രേക്ക് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ സെം ബ്രേക്സ് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ വെക്കേഷൻസ് കിട്ടാറുണ്ട്, ലോങ് വെക്കേഷൻസ് അവർ തന്നെയായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് വർക്ക് കൾച്ചർ എങ്ങനെയാണ്? നമുക്ക് പാർട്ട് ടൈം കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുമോ, മോർ ദാൻ 20 hours? അതുപോലെ ഈ മിനി ജോബ്സ് പ്ലസ് എ പാർട്ട് ടൈം ജോബ് അങ്ങനെ ക്ലബ് ചെയ്ത് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ജോബ് പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഈ 20 hours എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്കൊരു ലോങ് സ്ട്രെച്ചിൽ എടുത്തു കഴിഞ്ഞാൽ ഇൻ എ ഇയർ യു ക്യാൻ ഡു 120 ഫുൾ ഡേയ്സ് അല്ലെങ്കിൽ 240 ഹാഫ് ഡേയ്സ് ഓഫ് പാർട്ട് ടൈം എന്നാണ് റൂൾ ഉള്ളത്. അതായത് 240 ഹാഫ് ഡേ ചെയ്യാം, അല്ലെങ്കിൽ 120 ഫുൾ ഡേ ചെയ്യാം. ഈ സ്റ്റുഡൻസ് ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് അവർ പഠിക്കും, ഫുൾ ഫോക്കസ് ഓൺ സ്റ്റഡീസ്, ദേ വിൽ ഓൺലി സ്റ്റഡി, ദേ വിൽ നോട്ട് ഡു എ പാർട്ട് ടൈം, മെനി ഓഫ് ദം. ചില ആളുകൾ അതിൻ്റെ കൂടെ തന്നെ പാർട്ട് ടൈം ചെയ്യും. അപ്പം ഇങ്ങനെ പഠിക്കാൻ വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് സെമസ്റ്ററിൻ്റെ എൻഡിൽ മാത്രം പാർട്ട് ടൈം ചെയ്യുന്ന ആളുകൾ സെമസ്റ്ററിൽ കിട്ടുന്ന ആ ഒരു 1 month ബ്രേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഒരു 30 days എൻ്റെ അതൊന്നും യൂസ് ആവുന്നുള്ളൂ. 120 ഫുൾ ഡേയ്സിൽ നിന്ന് 30 days യൂസ് ആവുന്നുള്ളൂ. അതുപോലെ തന്നെ ബ്രേക്ക് കിട്ടുമ്പോഴത്തേക്കും 2 months ബ്രേക്ക് ഉണ്ടെങ്കിൽ അവർ പിന്നെയും 30 + 30 60 days അവർക്ക് കണ്ടിന്യൂസ് വർക്ക് ചെയ്യാം. അതിനൊരു കുഴപ്പമില്ല. ദ റൂൾ ഈസ് ഒരു ഇയറിൽ നമ്മൾ 120 ഫുൾ ഡേയ്സ് ക്രോസ് ചെയ്യാൻ പാടില്ല, ഇത്രേ ഉള്ളൂ. അത് നോക്കി ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം കേട്ടോ. Okay, great. So I could see a lot of difference like in you, JK, like especially on your eating habits and also like your overall diet plan and everything. So even I am getting inspired by seeing you, because ഇപ്പോൾ നാട്ടിലുള്ള JK എനിക്കറിയാം, like we were eating out on streets and all those stuff during our work times. But having said that, ജർമ്മനിയിൽ പോയിട്ട് വന്നൊരു JK പറയുമ്പോൾ you are talking about like 2 times meal, proper proteins, proper diet, carbs and all those stuff, and also you are doing strength training. So how did it change, and also talk more about the medical system in Germany? കാരണം നമുക്ക് ഒരു ക്ലീഷേ ഒരു സംഭവം ഉണ്ട് ഇപ്പോൾ നാട്ടിൽ, അതായത് ഇപ്പോൾ UK പോകുന്ന പിള്ളേരും സ്വന്തമായിട്ട് വീഡിയോ എടുത്ത് ഇടുന്നുണ്ട്, US സെയിം പരിപാടി ഉണ്ട്. അതായത് അവർക്കൊരു സാധാരണ ഒരു പനി വന്നാൽ പോലും അവർക്കൊരു അപ്പോയിൻമെൻറ്റ് അവിടെ കിട്ടുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. ഒരു 2 weeks വെയിറ്റ് ചെയ്യണം. ഈവൻ കാനഡയിലാണെന്നുണ്ടെങ്കിൽ അതേ സിനാരിയോ ആണ്. അതിനുശേഷം ഒരു മേജറായിട്ടൊരു ഓപ്പറേഷനോ അല്ലെങ്കിൽ ഇച്ചിരി ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിനാരിയോ ആയാൽ പോലും ലൈക്ക് പീപ്പിൾ ഹാവ് ടു വെയിറ്റ് ഫോർ ഓൾമോസ്റ്റ് ഇയേഴ്സ്. ഇപ്പോൾ ഇറ്റലിയിലൊരു ആളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഈ ഇടയ്ക്ക്, ലൈക്ക് ഹീസ് ലിറ്ററലി വാണ്ടഡ് ടു സ്ലോട്ട് കിട്ടിയത് ഓൾമോസ്റ്റ് 2026. അപ്പോൾ ജർമ്മനിയിൽ എങ്ങനെയാണ് സിസ്റ്റം? ലൈക്ക് ഈസ് ഇറ്റ് ഇൻ സിമിലർ ലൈൻസ് ഓർ ലൈക്ക് ഇന്ത്യ? ലൈക്ക് നോ. സോ ബേസിക്കലി ഫസ്റ്റ് തിങ്, ഹെൽത്ത് വൈസ് എങ്ങനെ ബെറ്ററായി? നമ്മൾ ആ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് ആ സൊസൈറ്റിയായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആവും. ഇപ്പം ഞാൻ പോകുന്ന ജിമ്മിൽ 70-75 വയസ്സുള്ള ആൾക്കാർ അവിടെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ വരും. ദേ ഡു ഡെഡ് ലിഫ്റ്റ് ഓഫ് 80 kilos, 60 kilos ആൻഡ് ഇറ്റ്സ് ക്രേസി. നമുക്കിവിടെ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ 70-75 വയസ്സുള്ള ആൾക്കാർ ജിമ്മിൽ പോകുന്ന കാര്യം? ഇറ്റ്സ് നോട്ട് ദെയർ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡിഫറൻസസ് അവിടെ ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു 2 kilometer നമുക്ക് പോകണമെങ്കിൽ നമ്മൾ അവിടെ വണ്ടി എടുത്ത് പോകില്ല, നമ്മൾ 2 kilometer നടക്കും. ദാറ്റ്സ് എ തിങ്. അതാണ് അവിടുത്തെ മേജർ കോൺസെപ്റ്റ്. അവിടെ ഒരു 90% ഓഫ് വലിയ ബിൽഡിങ്ങുകളിലും ലിഫ്റ്റ് ഇല്ല, അവിടെ ഉള്ളത് സ്റ്റേഴ്സ് ആണ്. അപ്പോൾ അവർ ദേ ആർ യൂസ് ടു ഓൾ ദിസ് കൈൻഡ് ഓഫ് തിങ്സ് ബൈ ഡിഫോൾട്ട്. ഈ ഒരു കാര്യങ്ങളാണ് ഞാൻ അവിടെ പോയി അഡോപ്റ്റ് ചെയ്തതും പിക്കപ്പ് ചെയ്തതും. ഓൾസോ ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ് കൾച്ചർ. ആൻഡ് ഓൾസോ അവർക്ക് സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്കിന് മൺഡേ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും അവർ ചോദിക്കും സാറ്റർഡേ സൺഡേ വാട്ട് ഡിഡ് യു ഡു? അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും വി വെൻ ഫോർ ഹൈക്കിംഗ് ഇൻ ദ മൗണ്ടൻസ്, അല്ലെങ്കിൽ വി വെൻ ഫോർ സ്കീയിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അവരൊരിക്കലും പറയില്ല ഞാൻ വീട്ടിൽ ഇരുന്ന് TV കാണുമായിരുന്നു എന്ന് ഒരിക്കലും പറയില്ല. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ഐ വാസ് സിറ്റിംഗ് അറ്റ് ഹോം ആൻഡ് വാച്ചിങ് TV. അപ്പോൾ അതാണ് ദാറ്റ് ഈസ് ദ ഡിഫറൻസ് വിച്ച് വി ഫേസ്. നൗ കമ്മിങ് ടു ദ മെഡിക്കൽ സിസ്റ്റം. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇറ്റലിയിലെ ഒരാളെ കണ്ടു, കാനഡ, ഓൾ ദീസ് തിങ്സ് ഇൻ മൈ ഒപ്പീനിയൻ ഐ വുഡ് സേ ഇറ്റ്സ് ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്. ഒത്തിരി ആളുകളും വന്ന് 1 വർഷത്തിനുള്ളിലാണ് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 1.5 വർഷത്തിനുള്ളിലായിരിക്കും ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്. അവിടെ 2 ടൈപ്പ് ക്ലിനിക്സ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്. അതായത് ഒന്ന് ക്ലിനിക്കാണ്, അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ നടത്തുന്ന ക്ലിനിക്കും. 2 ഹോസ്പിറ്റൽസ് എമർജൻസി, നോട്ട് റൂഫ് എന്ന് പറയും, എമർജൻസി ചെയ്യുന്ന ആളുകളുമാണ് ഹോസ്പിറ്റൽസ്. അപ്പം നിങ്ങൾക്ക് അത്ര എമർജൻസി ആണ് എന്ന കേസ് വരുവാണെങ്കിൽ യു ക്യാൻ ഗോ ടു ദാറ്റ് ഹോസ്പിറ്റൽ. അവർ ഓവർനൈറ്റ് സർജറി ചെയ്യുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടും ഞാനും ഞങ്ങളുടെ ഒരു ഗ്രൂപ്പും സ്കീയിങ്ങിന് പോയി, നോട്ട് സ്കീയിങ്, സ്കേറ്റിങ്ങിന് പോയി. സ്കേറ്റിങ്ങിന് പോയപ്പം ഷീ ഫെൽ ഡൗൺ ആൻഡ് ഷീ ബ്രോക്ക് ഹെർ ലെഗ്. ആ ലെഗിനകത്തുനിന്ന് എല്ല് പുറത്തിറങ്ങി വന്നു. യു ക്യാൻ സീ ഇറ്റ് ആക്ച്വലി. ആൻഡ് ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മളിനി എന്ത് ചെയ്യും? വി ഹാവ് സീൻ ഇൻ ലോട്ട് ഓഫ് വീഡിയോസ്. നമുക്കിനി അപ്പോയിൻമെൻറ്റ് ഇടില്ല, ആ കുട്ടീനെ ഒരു 6-7 മാസം ഇനി കട്ടിലേക്ക് കിടക്കണം, നത്തിങ്. ഒരു 2 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് വന്നു, ആളെ എടുത്തോണ്ട് പോയി. ആൻഡ് ആഫ്റ്റർ ഐ തിങ്ക് 2 or 3 hours we got a call stating that we are taking her to the operation theatre. Immediate surgery കഴിഞ്ഞു. Next day she is perfectly fine. Awesome. See, അപ്പം you can get these stories also on this side and other stories on the other side. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ എനിക്കറിയാവുന്ന ഒരാൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് വേണമായിരുന്നു. അപ്പം ആൾക്ക് നോസിനാണ് പ്രശ്നം, അതായത് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം എന്ന് പറയും. അത് ചെറിയ പ്രശ്നമാണ്, ബട്ട് ഷീ ക്യാൻ ലിവ് വിത്ത് ദാറ്റ്, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അപ്പോൾ ഇങ്ങനത്തെ കേസസ് വരുമ്പോഴാണ് അവർ പറയുന്നത്
wait 6 months or wait 5 months. It's no problem. You can live with that. It's not a problem. നിങ്ങൾ നാളെ മരിച്ചു പോകുന്നില്ലല്ലോ. പിന്നെ വേറൊരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പനി വന്നിട്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ, ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ അവർ പറയും പനിയല്ലേ, 5 ദിവസം റെസ്റ്റ് എടുത്താൽ മതി, പനി മാറും. നിങ്ങൾ എന്തിനാണ് പാരസെറ്റമോൾ കഴിക്കുന്നത്? വൈ ആർ യു ഹാവിങ് ആൻറ്റിബയോട്ടിക്സ്, വൈ ആർ യു ഈറ്റിംഗ് പാരസെറ്റമോൾ ആൻഡ് ഇൻജെക്ടിങ് ദറ്റ് പോയിസൺ ഇൻ ടു യുവർ ബോഡി? അതാണ് കോൺസെപ്റ്റ്. അതാണ് നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെടാത്തത്. നമ്മുടെ മലയാളികൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ പാരസെറ്റമോൾ എന്നാ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് എടുത്ത് തരിക, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് തരിക. ഇതൊന്നും നമുക്ക് അവിടെ പറ്റില്ല. അവരുടെ കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻറ്റിബോഡി ഉണ്ട് നിങ്ങളുടെ ദേഹത്ത്, ലെറ്റ് ഇറ്റ് ഫൈറ്റ് ഫോർ യു ആൻഡ് ലെറ്റ് യു റിക്കവർ. ഇതാണ് കോൺസെപ്റ്റ്. നമ്മുടെ രീതി എങ്ങനെ വെച്ചാൽ ഒരു ഡോക്ടർ മരുന്ന് എഴുതി തന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ പോരാന്ന് പറയുന്ന നമുക്ക് പോയി കഴിഞ്ഞാൽ മിനിമം ഒരു ഇഞ്ചക്ഷൻ എങ്കിലും എടുത്തില്ല എങ്കിൽ അതാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇഷ്യൂ ആണ്. ഈ ഒരു പ്രശ്നമല്ല, ഇവർ പറയുന്ന പോലെ ഒന്നും അല്ല. ഇതിൻ്റെ അകത്ത് ഡിഫറൻസസ് ഉണ്ട്. എനിക്കിപ്പോൾ അവിടെ ഒരു 7 years എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾസോ ഐ ക്യാൻ സ്പീക്ക് ജർമ്മൻ. അപ്പോൾ അതിനുള്ള പ്രിസിഡൻസ് കുറച്ച് ഡിഫറൻസ് ആയിരിക്കും. ജർമ്മൻ അറിയാമെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു പ്രയോറിറ്റി കിട്ടും ഡെഫിനറ്റ്ലി. ബട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എമർജൻസിയിൽ പോയി കഴിഞ്ഞാൽ, ഇഫ് യു റിയലി ഹാവ് എൻ എമർജൻസി, യു വിൽ ഡൈ ടുമോറോ. They will take care of you. For sure. Oh, that's a great news. Yeah. And coming back to the insurance part, like, obviously it's going to be very expensive, I know it. Yes. But there is a insurance system, there is a proper system, right? Yes. Medical system. So how insurance will help us? And also like, എല്ലാവർക്കും കമ്പൽസറി ഇൻഷുറൻസ് എടുക്കണം തന്നെയാണോ? അതോ നാട്ടിലെ പോലെ പല ആൾക്കാർക്ക് ഇൻഷുറൻസ് ഉണ്ടാവത്തില്ല, പിന്നെ പറമ്പൊക്കെ വിറ്റിട്ടായിരിക്കും ചികിത്സ ചെയ്യുന്നത്? അപ്പോൾ ജർമ്മനിയിൽ എങ്ങനെയാണ് അത് വർക്ക് ആവുന്നത്? അവിടെ ആരും പറമ്പ് വയ്ക്കാറില്ല. അവർക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ട്. ഇറ്റ്സ് എ മാൻഡേറ്ററി തിങ്. ഇൻഷുറൻസ് ഇല്ലാത്തത് ഒരു ഇല്ലീഗൽ കാര്യമാണ്. നമുക്കവിടെ വിസ ബൈ ഡിഫോൾട്ട് വിസയുടെ ഭാഗമായിട്ട് ഇൻഷുറൻസ് നമ്മൾ സബ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷുറൻസ് ഉണ്ട് എല്ലാവർക്കും. സ്റ്റുഡൻസിനുള്ള ജനറൽ ഇൻഷുറൻസിൽ ഒന്ന് TK എന്ന് പറയും, DAK, AOK എന്നൊക്കെ പറയുന്നതാണ് ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനീസ് ആക്ച്വലി. അപ്പം ഞാൻ TK എന്ന് പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പം നമ്മുടെ പേയ്മെൻറ്റ്, ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് ഞാനന്ന് €92 സംതിങ് പെർ മന്ത് ആയിരുന്നു പേ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 110, 107 മാറിയത്. ഇൻഫ്ലേഷൻ കിക്ഡ് ഇൻ ഓഫ് കോഴ്സ്. പെർ മന്തിൽ നമ്മൾ പേയും, എല്ലാ മാസവും പേയും. പെർ ഇയർ ആകുമ്പോഴത്തേക്കും നമുക്ക് they will send us a letter of how much you are paid. And if you need something, almost everything is free. Almost everything is free. Except if you are bedridden. നമ്മൾ അവിടെ പോയി കിടക്കുകയാണ്, നിങ്ങൾ കടന്നു പോവുകയാണ്, നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ ആളില്ല എന്നൊരു കേസൊക്കെ വരികയാണെങ്കിൽ, ഹോസ്പിറ്റൽ ബെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഹോസ്പിറ്റലിന് പെർ നൈറ്റ് €10 കൊടുക്കണം. അതായത് ഒരു രാത്രി €1000. ഇവിടുത്തെ ഹോസ്പിറ്റലിന് അതിൽ കൂടുതലാവും, അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റൽ ആകുമ്പോഴത്തേക്കും. അത്രയേ ഉള്ളൂ നമുക്ക് അവിടെ ഉള്ള ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ. മെഡിക്കമെൻസും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ടാബ്ലറ്റ്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും €5 ആണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അത് കോപേ അല്ലെങ്കിൽ ജനറൽ പേ, കാനഡയിലൊക്കെ ഉള്ള പോലെ ജനറൽ പേ ചെയ്യുക, ബാക്കിയെല്ലാം അവർ തന്നെ ടേക്ക് കെയർ ചെയ്യുക. ഇൻക്ലൂഡിംഗ് പ്രഗ്നൻസി, യു ഡോണ്ട് ഹാവ് ടു പേ എനിത്തിങ്. യു ഗെറ്റ് ക്യാൻസർ, യു ഡോണ്ട് ഹാവ് ടു പേ എനിത്തിങ്. Oh, it's amazing. That's a great news. Yeah. And coming back to the health, like health ne patti samsarikkumbol food endayilum it's part of the health. 90% of the problems comes through what we intake, right? Yes. So adinte oru reethi engana see Malayalis obviously, like Malayalis പോയി കഴിഞ്ഞാൽ അവർക്ക് ഇവിടുത്തെ ഒരു ടൈപ്പ് തന്നെ ഫുഡ് വേണം. ലൈക്ക് ലാസ്റ്റ് ടൈം വി സ്പോക്ക് അബൌട്ട് ലൈക്ക് പുട്ട് കടല ഓൾ ദ സ്റ്റഫ്. ലൈക്ക് ഇപ്പോൾ ദി ക്രേസ് ഇസ് ഓൺ ദി കുഴിമന്തി സൈഡ്. സോ ഒരു നമ്മുടെ ഒരു പിള്ളേർ അവിടെ പോയിട്ട് ഒരു കുഴിമന്തി കഴിക്കണം എന്നൊരു ദിവസം തോന്നിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അവിടെ കിട്ടുമോ? കുഴിമന്തി കിട്ടും, ഡെഫിനറ്റ്ലി കിട്ടും. കുഴിമന്തി അവിടെ ബെർലിനിൽ ആക്ച്വലി ഇപ്പോൾ ഒരു കുറേ മന്തി സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുതിയതായിട്ട് പോകുന്ന പിള്ളേർ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം അതിൽ പോയി ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ 2 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് കുഴിമന്തി കഴിക്കാൻ പോയത്. ഓഫ് കോഴ്സ് അവിടെ കിട്ടും, ഡെഫിനറ്റ്ലി കിട്ടും. പക്ഷെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ മയണൈസ് കിട്ടില്ല. ബാൻഡ് അല്ല, മയണൈസ് കിട്ടില്ല. അതൊരു കോൺസെപ്റ്റ് അല്ല. കുഴിമന്തി ബേസിക്കലി യമനിഷ് ഫുഡാണ്. അപ്പോൾ അവരുടെ ഒത്തൻറ്റിക്കിനകത്ത് മയണൈസ് യൂസ് ചെയ്യാറില്ല. അപ്പം ഒന്ന് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഒരു മയണൈസ് ബോട്ടിലും കൊണ്ട് പോവുക, അവിടെ നിന്ന് കഴിക്കും, കൂടെ ഇരുന്ന് കഴിക്കുക. ജർമൻസ് കഴിക്കാറുണ്ടോ? ജർമൻസ് എല്ലാം ട്രൈ ചെയ്യുന്ന ആളുകളാണ് ജനറലി. അവർക്ക് പക്ഷേ സ്പൈസി ഫുഡിനോട് അധികം താല്പര്യമില്ല. പക്ഷേ അവർ ഓൾമോസ്റ്റ് എല്ലാ കുസീൻസും അവർ ട്രൈ ചെയ്യും. നമ്മൾ ഏത് ഷോപ്പിൽ പോയാലും അവിടെ ജർമൻസിനെ കാണാൻ പറ്റും. ദേ വിൽ ബി സിറ്റിംഗ് ആൻഡ് ഈറ്റിംഗ്. ഹൗ ദി ഫിറ്റ്നസ് കൾച്ചർ, ലൈക്ക് വി സ്പോക്ക് അബൌട്ട് ലൈക്ക് മീൽസിൻ്റെ ഒരു പ്ലാൻ 2 times, maximum they walk, and also meetingsന്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിലും മാക്സിമം 1 മണിക്കൂറുള്ളത് തന്നെ അവർ ഇറങ്ങി നടക്കുന്നത് കേൾക്കാറുണ്ട്. യു ഓൺലി ഹാവ് ടോൾഡ് മീ ഇൻ ലാസ്റ്റ് പോഡ്കാസ്റ്റ് ഓൾസോ വി സ്പോക്ക് അബൌട്ട് ദാറ്റ്. സോ അവിടെ ഒരു ഫിറ്റ്നസ് എങ്ങനെയാണ്? അവർ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്ന ആൾക്കാരാണോ, അതോ ഇല്ലെങ്കിൽ ഡെയിലി റൂട്ടീനിൽ തന്നെ ഒരു ഫിറ്റ്നസ് ഒരു പാർട്ടായിട്ട് they are taking care of their health? Like how does it work over there? So fitness center പോകുന്ന ആളുകളുണ്ട് ഒന്ന്, അല്ലെങ്കിൽ അവർ കാലിസ്റ്റനിക്സ് ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അവർ ഇതുപോലെ തന്നെ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല കാറ്റഗറിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതിൽ ഇവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവർ കഴിക്കുന്ന ഫുഡ്
ജർമ്മൻസിൽ അൺഹെൽത്തി ആളുകൾ കുറേ ഉണ്ട് കേട്ടോ. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ കഴിക്കുന്ന ഫുഡ് കൂടുതലും അവരൊരു ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ടായിരിക്കും എപ്പോഴും കഴിക്കുക. അതുപോലെ തന്നെ എന്ത് ഫുഡ് നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്താലും വി ഗെറ്റ് എ സാലഡ് അലോങ് വിത്ത് ഇറ്റ്. ഒരു കപ്പ് ഓഫ് സാലഡ് മാൻഡറ്ററി ആണ്. അപ്പോൾ അത് കഴിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. അപ്പം ദിസ് ഈസ് വാട്ട് മേക്സ് ദം ഹെൽത്തി. അത് പോരാതെ ആസ് ഐ ടോൾഡ് യു വൺസ്, ഞാൻ ഇതുപോലെ ഒരു വലിയ മീറ്റിങ്ങിൽ, ഇറ്റ് വാസ് എ ബിഗ് മീറ്റിംഗ്, ലോട്ട് ഓഫ് പീപ്പിൾ. ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ ബ്രേക്കായി. വി വെന്റ് ഫോർ ലഞ്ച്. ലഞ്ചിന് ശേഷം എന്താണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വി ആർ ഗോയിങ് ഫോർ വാക്ക്. ഇതാണ് ലഞ്ചിന് ശേഷമുള്ള അവരുടെ പ്ലാൻ. ഒരു 10-15 മിനിറ്റ് സ്പ്രിന്റ് വാക്ക് ചെയ്തിട്ട് തിരിച്ചു വരും. സോ ദേ ആർ ലൈക്ക്, വി ആർ സെറ്റിംഗ് ഇൻ എ ഹോൾ ഇൻ എ സിംഗിൾ റൂം ഫോർ എ ലോങ് ടൈം. ഐ നീഡ് ഫ്രഷ് എയർ, ഐ നീഡ് മൈ ബോഡി ടു മൂവ്. ദിസ് ഇസ് ദ റീസൺ വൈ ദേ ഗോ ഔട്ട്. അപ്പം ഇത് ബൈ ഡിഫോൾട്ട് ഇറ്റ്സ് കീപ്പിംഗ് ദം ഹെൽത്തി. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ദർ ആർ ഓൾസോ ജിംസ്, വിച്ച് ഞാനും പോകുന്നതാണ് ഒരു ജിമ്മിൽ. ആക്ച്വലി ജിംസ് അത്യാവശ്യം നല്ലതാണ്. അവിടെ തന്നെ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും വരും. മിക്സഡ് ജിംസ് ആണ്. അതുപോലെ തന്നെ സൗണ ഉണ്ടാവും നല്ല ജിംസ് ആകുമ്പോഴത്തേക്കും. സൗണ, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എവറിത്തിങ് ഈസ് അവൈലബിൾ. യു ഓൾസോ ട്രെയിനേഴ്സ് ആർ അവൈലബിൾ ബട്ട് എക്സ്ട്രീംലി എക്സ്പെൻസീവ്. പ്രോട്ടീൻ ഷേക്സ് നമുക്ക് വെൻഡിങ് മെഷീനിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ക്രിയേറ്റിൻ വെൻഡിങ് മെഷീനിൽ നിന്ന് കിട്ടും. നല്ല ജിം ആണെങ്കിൽ കേട്ടോ. മിഡ് സ്കെയിൽ ജിംസ് ഉണ്ടാവും, ലോ സ്കെയിൽ ജിംസ് ഉണ്ടാവും. ഇതിലൊക്കെ പല പല ഡിഫറൻസസ് ഉണ്ടാവും. ബട്ട് ഫിറ്റ്നസ് സെൻറ്റർ, ദാറ്റ്സ് വാട്ട് ഐ വാസ് ടെല്ലിങ്. ഐ സോ എ പേഴ്സൺ ഹു വാസ് 75 and lifting 60 kilos in deadlift. Crazy.